അതിനെപ്പറ്റി അറിയത്തില്ല. അങ്ങനെയാണ് അന്ന് ലോക്കപ്പിലെ VS-ന്റെ മർദ്ദന കാലയളവ് അദ്ദേഹം പലവട്ടം പറഞ്ഞിട്ട് ബയണറ്റ് കൊണ്ട് കുത്തേറ്റ കാര്യങ്ങളും മരിച്ചെന്ന് കരുതി ഉപേക്ഷിച്ചു, പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഇങ്ങനെ VS പല കാലഘട്ടത്തിൽ ഓർത്തിട്ടുണ്ട്. അഭിലാഷ്, നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളാണ്. VS എന്ന മനുഷ്യൻ ആളുകൾക്കുള്ളിൽ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ആ ഓർമ്മകൾ എങ്ങനെയാണ് അവശേഷിക്കുന്നത് എന്നതിന്റെ കൃത്യമായ തെളിവാണ്. പൂഞ്ഞാറും VS-ഉം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സമര കാലയളവിൽ, അദ്ദേഹത്തിന്റെ പുന്നപ്ര വയലാർ സമര കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇടമാണ്. നേരത്തെയും അദ്ദേഹം അത് പല ഘട്ടങ്ങളിലായി പരാമർശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ കുടുംബത്തിന്റെ ആളുകളാണ് വന്നത്. അവരും VS-നെ അവസാനമായി ഒന്നുകൂടി കാണണം, ഒരു നോക്കു കാണണം, VS-ന് വിട നൽകണം. അതാണ് അവരുടെയും ലക്ഷ്യം. അവരും കാത്തിരിക്കുകയാണ്. 5 മണിയോടുകൂടി ഈ വിപുലമായ സൗകര്യങ്ങൾക്ക് ഇടയിലേക്ക് VS-ന്റെ ഭൗതികദേഹം കൊണ്ടുവരും. ഇവിടെയാണെന്നുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. മന്ത്രിമാരൊക്കെ വരുന്നുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും സജ്ജമായിട്ടുണ്ട്. തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചത് ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നുള്ള അംഗങ്ങളെയാണ്. നമ്മൾ കഴിഞ്ഞ വാർത്തകളിലടക്കം അക്കാര്യം സൂചിപ്പിച്ചു പോയതാണ്. പുന്നപ്ര സമര കാലഘട്ടത്തിൽ 1946 ആയിരുന്നു VS അച്യുതാനന്ദന് ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്നത്. അങ്ങനെ ഒളിവിൽ കഴിഞ്ഞ കുടുംബം എന്നതാണ് ഈ വാലാനിക്കൽ എന്ന് പറയുന്ന കുടുംബം. ആ സമയത്ത് വാലാനിക്കൽ ഇട്ടുണ്ടാൻ എന്ന് പറയുന്ന ആൾ ആയിരുന്നു ഇങ്ങനെ ഒളിവിൽ താമസിക്കാൻ അവസരം നൽകിയത്. അതിനിടയിൽ എങ്ങനെയോ പോലീസിന് വിവരം ലഭിക്കുകയും അങ്ങനെ പോലീസ് VS അച്യുതാനന്ദനെ പിടികൂടുകയും ചെയ്തു. പിന്നീട് ലോക്കപ്പിൽ അതിക്രൂരമായ പീഡനങ്ങളാണ് തനിക്ക് ഏൽക്കേണ്ടി വന്നത് എന്ന് VS തന്നെ വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. സഖാവ് P. കൃഷ്ണപിള്ള ഉൾപ്പെടെ ഉള്ളവർ എവിടെയാണ് താമസിക്കുന്നത് എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് VS എന്ന മറുപടി നൽകിയിരുന്നില്ല. വേലിക്കകത്ത് വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കുന്നു. കാലങ്ങളോളം VS-ന്റെ കർമ്മ മണ്ഡലമായിരുന്നു ആ വസതിയിൽ. VS അവിടെ എത്തിയതിനു ശേഷം പിന്നീട് ഒരുപക്ഷെ രാഷ്ട്രീയ കേരളം ഏറ്റവും അധികം സംസാരിച്ചൊരു വീട്ടുപേരിൽ ഒന്നാണ് വേലിക്കകത്ത് എന്നത്. അവിടെ നിന്ന് VS പടിയിറങ്ങുകയാണ്. ഇനി ആ വേലിക്കകത്ത് വീട്ടിലേക്ക് VS മടങ്ങി വരില്ല. അദ്ദേഹത്തിൻ്റെ അവസാന യാത്ര ആണ്. VS അച്യുതാനന്ദൻ എന്ന കേരളത്തിൻ്റെ വിപ്ലവ നക്ഷത്രം അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് യാത്ര പറയുകയാണ്. ശരണ്യുണ്ട്. ശരണ്യ അങ്ങേറ്റം വൈകാരികമാണ് VS-ന്റെ യാത്ര പറച്ചിൽ.
അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. VS യഥാർത്ഥ ആരോഗ്യത്തോടെ അല്പം കൂടി സജീവമായി പൊതുമണ്ഡലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അല്പം കൂടി നേരത്തെ പരിഹരിക്കപ്പെട്ടേനെന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ സമരവേദിയിൽ വന്ന ധാരാളം ആളുകൾ അത് പറഞ്ഞു. സഖാവ് VS ആരോഗ്യത്തോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത്രയധികം ഈ തെരുവിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല എന്ന് പബ്ലിക് അല്ലെങ്കിൽ പഴയ ഇടതുപക്ഷക്കാരായ ധാരാളം പ്രായം ചെന്ന മനുഷ്യരൊക്കെ ഒരുപക്ഷെ VSനോടൊപ്പവും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരോ VSനെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുമാണ് ഒരുപക്ഷെ അദ്ദേഹം ആരോഗ്യത്തോടെ ഇരുന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇത്രയേറെ കഷ്ടപ്പെടേണ്ടി വരുമായിരുന്നില്ല എന്ന് പബ്ലിക് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളും ചിലപ്പോൾ അങ്ങനെ ആയിരുന്നിരിക്കുമെന്ന് ആഗ്രഹിച്ചു.